കോഴിക്കോട് GVHSS വിദ്യാർത്ഥി റാഗിങ്ങിനിരയായ സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ 5 പേരെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിലത്ത് വീണിട്ടും അക്രമികൾ തന്നെ ക്രൂരമായി ചവിട്ടിയെന്ന് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കുട്ടിയെ ആക്രമികൾ ഭീഷണിപ്പെടുത്തുന്ന ഇൻസ്റ്റഗ്രാം സന്ദേശം കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടു. കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. കോഴിക്കോട് GVHSSലെ VHSC 1ാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസമാണ് റാഗിങ്ങിനിരയായത്. സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. എന്താണ് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം? വലിയ കൂട്ടം കൂടി എല്ലാവരും അടിച്ചുവിടുക. ഞാൻ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് 2ാമത്തെ ദിവസം തന്നെ വിളിച്ചുകൊണ്ടിട്ട് പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് അറിയാതെ ഞാൻ അറിയില്ല, പാടാൻ അറിയില്ല എന്നാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇത് പാടിയിട്ടേ പോവുള്ളൂ, അല്ലാണ്ട് ഒരു സോറി പറയണം. സോറി അറിയാമെന്നാണ് സോറി പറഞ്ഞു പോകുന്നത്. പുള്ളിയായിരുന്നു പിന്നെ ഒരു ദിവസം എടുത്തോളാം നടന്ന്. പിന്നെ ഈ വ്യാഴാഴ്ച എല്ലാവരും ലീവായ ദിവസമായിരുന്നു, കുട്ടികൾ കുറവായിരുന്നു. ഇതിന് മുമ്പ് ഒരു ഗ്രൂപ്പ് പഠിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എല്ലാവരും നോക്കി വെച്ചോളൂ, എല്ലാത്തിനും ഞങ്ങൾ അടിയും ഓരോരുത്തരും അടിച്ചതാക്കും പറഞ്ഞ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു. വ്യാഴാഴ്ച ഞാൻ ക്ലാസ്സിൽ പോയിരുന്നു. സമയം വേഗം വരാമല്ലോ, അങ്ങനെ പോയതാണ്. പോയോർത്തുന്ന വലിയ സ്കൂൾ വിട്ടാൽ തന്നെ ക്ലാസ്സിനെ കഴിഞ്ഞ ഗ്രൗണ്ട് എത്തുമ്പോഴേക്ക് എല്ലാവരും കൂട്ടം കൂടി വന്ന് അവിടെ ഒരു ഇടമുണ്ട്, ആരും കാണാനാക്കിയൊന്നുമില്ലാതെ അവിടേക്ക് നോക്കി അവിടെ കൂട്ടിക്കൊണ്ടേതാണ്. അതെന്നാണ് പാട്ട് പാടാൻ, അല്ലെങ്കിൽ സോറി പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ 5 ആളിട്ട് കൂട്ടി അടിക്കും, അത് കാണണമെന്ന് വെച്ചു. ആ വേണ്ടാന്ന് പറഞ്ഞ ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാവരും കൂടി ഒറ്റ ഐഡിയ 9 ആൾക്കാരുണ്ട്. 5 ആൾക്കാർ എനിക്ക് ഓർമ്മ ഉള്ളത്. അവരെല്ലാവരും കൊമേഴ്സ് വിദ്യാർത്ഥികളാണോ? അല്ല, പല വിദ്യാർത്ഥികൾ. അവിടെ ഒരു ഗ്യാങ് ഉണ്ടല്ലേ? ശരിക്കും എല്ലാവരും ഗ്യാങ് ഉണ്ട്. +2 മൊത്തം എടുത്താ. അത് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഓരോരുത്തരും എടുത്തുകൊണ്ടിട്ട് ഓരോരുത്തരായിട്ട് അടിക്കുമെന്ന് എല്ലാവരും. ഇപ്പം നിങ്ങളോട് മോനോട് മാത്രമല്ല അല്ലേ അവര് ഇതാക്കിയത്? എവിടെ അടിച്ചത് അവര്? എല്ലായിടത്തും ഉണ്ട്. ചവിട്ടിയതാണ്, നിലത്തിട്ട് ചവിട്ടിയത്, വീണ പശു വിട്ടിട്ട് സ്കൂളിൽ പോയാൽ പോലീസ് കേസ്. ശക്തമായ ഒരു നിയമ നടപടിയാണ് ഇതിൽ അനിവാര്യമായി വരുന്നത്. പ്രത്യേകിച്ച് ക്രൂരമായ ഒരു മർദ്ദനമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിലത്തിട്ട് ചവിട്ടുകയായിരുന്നു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി വ്യക്തമാക്കുന്നത്.